ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൈസ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മുഖത്ത് വന്നിരിക്കുന്ന എല്ലാവിധ ചുളിവുകൾ മാറാനും അതേപോലെ തന്നെ മുഖത്തുള്ള കറുത്ത പാടുകൾ, കരിവാളിപ്പ് എല്ലാം മുഖക്കുരു വന്ന പാടുകളെല്ലാം മാറിയിട്ട് മുഖം നല്ല തിളക്കം വരാനും അതേപോലെ സ്മൂത്ത് ആവാനും നല്ല നിറം വരാനും സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഫേസ് ക്രീമാണിത്. നിങ്ങൾക്കിത് കയ്യിലും കാലിലും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. വളരെ നല്ല റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് കാലം ഇത് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റൈസ് ക്രീം ഉണ്ടാക്കുന്നത്. ഈ റൈസ് ക്രീമിനെ കുറിച്ചിട്ട് ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കൊറിയൻ, ജപ്പാനീസ് ബ്യൂട്ടി സീക്രട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രീം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്മൂത്തായിട്ട്, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിനും അതുപോലെ തന്നെ നല്ല നിറവും തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത്. അതുപോലെ തന്നെ മുഖത്ത് വന്ന ചുളിവുകൾ മാറാനും ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം പച്ചരി നല്ല കഴുകി വൃത്തിയാക്കി 12 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച ഈ ഒരു പച്ചരിയാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ കഴുകിയതിന് ശേഷം 12 മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. 12 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങളിത് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച് കഴുകി ഈ ഒരു പച്ചരി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും കേട്ടോ. ഇനി ഈ ഒരു പച്ചരി വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചോറ് വേവിച്ചെടുക്കുക ആ ഒരു രീതിക്കാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു പച്ചരി നമുക്ക് ചോറ് വെന്ത പോലെയുള്ള ആ ഒരു പരുവത്തിലേക്ക് വെന്ത് കിട്ടണം. അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് തിളപ്പിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അതായത് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അതൊന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചോറൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ടൂ. കാരണം അത് തന്നെ ഒരുപാട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ 2-3 മാസത്തിനൊന്നും ഉണ്ടാക്കി വെക്കണ്ട. ഒരു 2 ആഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പച്ചരി ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 2 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള അലോവേര വേണമെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷെ പുറത്തുള്ള അലോവേര യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറിന് 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് എന്നുള്ള കണക്കാണ് കേട്ടോ. ആ ഒരു കണക്ക് തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല മഷി പോലെ നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാകും. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലിട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ അതിൽ മുന്നേ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. ഞാൻ 1 ടേബിൾ സ്പൂണോളം തന്നെ ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൽമണ്ട് ഓയിലുള്ളവർ ഉറപ്പായിട്ടും ആൽമണ്ട് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് 1-2 ടാബ്ലറ്റ് ആഡ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ഫേസ് ക്രീം ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനുണ്ടാകുക. ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുണ്ടല്ലോ ഇതിൽ ഒട്ടും ഈർപ്പം കയറാത്ത രീതിയിൽ വേണം ഇത് സൂക്ഷിക്കാൻ. ഈർപ്പം ഒട്ടും തന്നെ കയറാൻ പാടില്ല. അപ്പോൾ നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ വെള്ളം ഒന്നും ഇല്ലാത്ത നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നർ എടുത്തതിന് ശേഷം നമ്മുടെ ക്രീം നമുക്ക് അതിലേക്ക് ഇട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമുക്ക് 2 ആഴ്ചയോളം യൂസ് ചെയ്യാനുണ്ടാവും. 2 ആഴ്ചേൻ്റെ മേലെ യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുക. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണെങ്കിൽ 1-2 പൊട്ടിച്ചിടാം. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ 1 മാത്രം പൊട്ടിച്ചിട്ടാൽ മതി. അത് നമുക്ക് ഈ ഒരു റൈസ് ക്രീം
കുറച്ച് കാലം കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. ഇത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ക്രീമാണ്. സാധാരണ നമ്മളൊരു ഫേസ് ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുക ആ ഒരു രീതിക്കാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖത്തുള്ള എല്ലാവിധ കറുത്ത പാടുകളും മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കൊറിയൻ ജപ്പാനീസിൽ അവരെ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റൈസ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സാൻഡൽവുഡ് പൗഡറും കൂടി ആഡ് ചെയ്യുക ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത് തേച്ചാൽ ഇതേപോലെ ഉണ്ടാകുക, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഫേസ് ക്രീം തേക്കുന്ന ആ ഒരു രൂപത്തിൽ അതങ്ങ് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാം കേട്ടോ. ഒരു 5 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾ മുതൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാൻഡൽവുഡ് പൗഡർ ഇടുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ഗുണം ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.